ബുക്കിംഗിനായി വിളിക്കേണ്ട നമ്പർ 8300083000. ഇന്ന് ലോക റേഡിയോ ദിനം. ഒരു കാലത്ത് വിജ്ഞാന മേഖലയിൽ നിർണായക സ്വാധീനം ചെലുത്തിയ ഒന്നാണ് റേഡിയോ. ടെലിവിഷൻ മുതൽ പുതിയ മാധ്യമങ്ങൾ രംഗത്തെത്തിയതോടെ റേഡിയോയുടെ പഴയ പകിട്ട് കുറഞ്ഞു. എന്നാൽ ടെലിവിഷനും മൊബൈൽ ഫോണും സോഷ്യൽ മീഡിയയും ലോകം കീഴടക്കി ഇക്കാലത്തും ഒരു ചെറിയ റേഡിയോയെ ജീവിതത്തിന്റെ ഭാഗമാക്കി സൂക്ഷിക്കുന്ന കോതമംഗല സ്വദേശിയെ പരിചയപ്പെടാം. മികച്ച അധ്യാപകനുള്ള ദേശീയ സംസ്ഥാന അവാർഡുകൾ നേടിയ ഈ കോതമംഗല സ്വദേശി റേഡിയോ കേട്ട് നിരവധി സമ്മാനങ്ങളും കരസ്ഥമാക്കിയിട്ടുണ്ട്. എറണാകുളം ജില്ലയിലെ കോതമംഗലം ചേലാട് സ്വദേശിയായ റിട്ടയർഡ് അധ്യാപകൻ CK അലക്സാണ്ടർ എന്ന ഈ 83-കാരൻ 60 വർഷത്തിലധികമായി ഏറ്റവും വിശ്വസ്തനായ കൂട്ടുകാരനായി റേഡിയോയെ കൂടെ കൂട്ടിയിട്ട് പറമ്പിൽ പണിയെടുക്കുമ്പോഴും വിശ്രമിക്കുമ്പോഴും ഒറ്റയ്ക്കാകുമ്പോഴുമെല്ലാം വാർത്തകളും പാട്ടുകളും ലോകത്തിന്റെ ഓരോ ചലനവും അലക്സാണ്ടറുടെ ചെവിയിലെത്തുന്നത് റേഡിയോ വഴിയാണ്. റേഡിയോയുടെ സുവർണകാലം കണ്ട തലമുറയിൽപ്പെട്ട ആളാണ് അലക്സാണ്ടർ. അന്ന് വീട്ടിൽ ഒരു റേഡിയോ ഉണ്ടെങ്കിൽ അത് മുഴുവൻ കുടുംബത്തിന്റെയും അഭിമാനമായിരുന്നു. റേഡിയോയുമായി ബന്ധപ്പെട്ട ഏതറിവും അലക്സാണ്ടർക്ക് മനഃപ്പാടമാണ്. റേഡിയോ ഇല്ലാത്തൊരു ലോകത്തെപ്പറ്റി ഈ റിട്ടയർഡ് അധ്യാപകന് ചിന്തിക്കാനേ സാധ്യമല്ല. റേഡിയോ പരിപാടികൾ കേട്ടുകൊണ്ടാണ് ഓരോ ദിവസവും തുടങ്ങുന്നത്. രാത്രി 11 മണിക്ക് പരിപാടികൾ അവസാനിക്കുന്നതുവരെ റേഡിയോ തന്നെയാണ് കൂട്ട്. ആകാശവാണിയുടെ സ്ഥിരം ശ്രോതാക്കൾക്ക് സുപരിചിതമായ പേരാണ് അലക്സാണ്ടർ കോതമംഗലം എന്നത്. 1980 മികച്ച റേഡിയോ ശ്രോതാവിനുള്ള സമ്മാനമായി കേന്ദ്രമന്ത്രി വസന്ത് പി സാട്ടെ റേഡിയോ നൽകി. അങ്ങനെ നിരവധി തവണ പുരസ്കാരങ്ങൾ തേടിയെത്തി. വയലും വീടും, കൃഷിപാഠം, ആകാശവാണിയിലൂടെയുള്ള ജീവധാര, അമൂല്യമീ നേത്രങ്ങൾ, അക്ഷയ ഊർജവും, നമ്മളും, മത്സ്യകേരളം തുടങ്ങി നിരവധി പരമ്പരകളിൽ വിജയിയായി. സമ്മാനമായി 2 തവണ കൃഷിശാസ്ത്രജ്ഞരോടൊപ്പം അഖിലേന്ത്യാ പര്യടനത്തിനും അവസരം ലഭിച്ചു. സമ്മാനമായി ലഭിച്ച 20-ൽ പരം റേഡിയോകൾ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും നൽകി അവരെയും റേഡിയോയുടെ ലോകത്തേക്ക് കൈപ്പിടിച്ചു നടത്തി. 1994, 1995 വർഷങ്ങളിലെ മികച്ച അധ്യാപകനുള്ള സംസ്ഥാന ദേശീയ അവാർഡുകൾ നേടിത്തന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിച്ചത് റേഡിയോ ആണെന്ന് അലക്സാണ്ടർ പറയുന്നു. പ്രവൃത്തി പരിചയ മേഖലയും നമ്മുടെ ആഹാരത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ കാര്യം, മാർവേസ് സ്കൂളിലെ 9ാം ക്ലാസ്സിലെ കുട്ടിക്ക് അത് പറഞ്ഞു കൊടുത്ത് തിരുവല്ലായിൽ വെച്ച് നടന്ന സംസ്ഥാന പ്രവൃത്തി പരിചയ മേളയിൽ സംസ്ഥാനത്ത് 1ാം സ്ഥാനം നേടി. അത് എല്ലാം കൊണ്ടും സന്തോഷമാണ്, എല്ലാവർക്കും സന്തോഷം. സംസ്ഥാന തലത്തിൽ പ്രവൃത്തി പരിചയത്തിന് 1ാം സ്ഥാനം കിട്ടുന്നത് അപൂർവമാണ്. അത് ഞങ്ങളെ സംബന്ധിച്ചോളം വലിയ സന്തോഷമാണ്. റേഡിയോയിൽ നിന്ന് കേട്ട അറിവ് വെച്ചുകൊണ്ട് നമ്മുടെ ആഹാരം എന്ന കൃഷിപാഠ പരമ്പര ശ്രദ്ധിച്ചുകൊണ്ടാണ് എനിക്കത് കുട്ടിയെ പഠിപ്പിക്കാനും എനിക്ക് അത് അറിവ് കിട്ടാനും സാധിച്ചത്. അപ്പോൾ റേഡിയോയെ ഒരിക്കലും മറക്കാൻ പറ്റുന്നില്ല. വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സ്, ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ്, ലണ്ടൻ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്, പ്രസ്റ്റീജിയസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ് എന്നിവ നേടിയ അലക്സാണ്ടർക്ക് 2019 കേരളത്തിലെ ഏറ്റവും മികച്ച റേഡിയോ ശ്രോതാവിനുള്ള ശ്രവണശ്രീ അവാർഡും ലഭിച്ചു. ചിത്രകലയിലും ബുൾബുൾ വായനയിലും മികവ് തെളിയിച്ചിട്ടുള്ള അലക്സാണ്ടർ 1988 കോതമംഗലം മാർ ബേസിൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നാണ് വിരമിച്ചത്. ന്യൂസ് മലയാളം, കൊച്ചി. ബുക്കിംഗിനായി വിളിക്കേണ്ട നമ്പർ 8300083000.